പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വാട്ടർ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സെൽഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ. നമുക്കറിയാം വാട്ടർ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വാട്ടർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ആസിഡ് ബേസ് കെമിസ്ട്രി. ആസിഡ് ബേസ് കെമിസ്ട്രിയിൽ വാട്ടറിന് എന്തുണ്ട്, വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. We have seen that it helps in the dissociation of acids and bases resulting in the formation of H plus and OH minus. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് OH മൈനസ് എച്ച് പ്ലസ് ഫോം ചെയ്യാൻ വേണ്ടി വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വാട്ടർ ഇറ്റ് സെൽഫ് അണ്ടർഗോസ് ഡിസോസിയേഷൻ പ്രോസസ് വിച്ച് ഈസ് കാൾഡ്. വാട്ടറിൻ്റെ ഈ ഡിസോസിയേഷൻ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെൽഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നു. എന്താ പറയുക? സെൽഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ. സെൽഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ. വാട്ടർ എച്ച് പ്ലസ് OH മൈനസ് അയോൺസ് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, വിഘടിപ്പിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ? അതെങ്ങനെ എഴുതാം? H2O gives H plus plus OH minus. ഇങ്ങനെ വിഘടിക്കുന്ന വാട്ടർ വളരെയധികം എന്തായിരിക്കും? സ്മാൾ ആയിരിക്കും, ചെറുതായിരിക്കും. എങ്ങനെ പറയാം? ഓരോ ബില്യൺ ജലതന്മാത്രകളിൽ 2 മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുകയുള്ളൂ, വിഘടിക്കുകയുള്ളൂ. About 2 out of every billion എന്ന് പറഞ്ഞാൽ 10⁹ വാട്ടർ മോളിക്യൂൾസ് ആർ ഡിസോസിയേറ്റ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. 25 ഡിഗ്രി സെൽഷ്യസിൽ ഓരോ ബില്യൺ ജലതന്മാത്രകളിൽ 2 മാത്രമേ വിഘടിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H plus OH minus ions formed is extremely low at 25 ഡിഗ്രി സെൽഷ്യസ്. 298 കെൽവിനിൽ H plus OH മൈനസിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് വളരെയധികം ചെറുതായിരിക്കും. കോൺസെൻട്രേഷൻ സാന്ദ്രത എന്ന് പറയുന്നത് വളരെയധികം ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതാം, H plus gives OH minus equal to 1 × 10⁻⁻7 mole liter inverse. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ സ്പീഷീസ് എൻക്ലോസ്ഡ്. മോളാർ കോൺസെൻട്രേഷനാണ് സൂചിപ്പിക്കുന്നത്, അതിൻ്റെ സാന്ദ്രതയാണ് സൂചിപ്പിക്കുന്നത്. H plus denotes the concentration of H plus ions in moles per liter. It must be noted here that in pure water and all aqueous neutral solution. അങ്ങനെ എഴുതാം, അതായത് മോൾസ് പെർ ലിറ്ററിലാണ് എഴുതുന്നത് അല്ലേ. മോൾസ് പെർ ലിറ്ററിന് എന്ന് പറയാം മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ന്യൂട്രൽ സൊല്യൂഷനിൽ എന്ന് പറയാം H plus gives H plus equal to OH minus എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. H plus OH minus എന്നിവയുടെ സാന്ദ്രതയുടെ ഒരു നിശ്ചിത താപനില ഉൽപ്പന്നത്തിലെ ശുദ്ധജലത്തിലും എല്ലാ ജലീയ ലായനിയിലും എല്ലായ്പ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. ഈ ഉൽപ്പന്നത്തെ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നു. ദിസ് പ്രൊഡക്റ്റ് ഈസ് കാൾഡ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ ഇൻ പ്യൂർ വാട്ടർ ആസ് വെൽ ആസ് ഇൻ ആൾ അക്വ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H plus and OH minus ആൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. H plus OH minus എന്നിവയുടെ സാന്ദ്രതയുടെ ഒരു നിശ്ചിത താപനില ഉൽപ്പന്നത്തിലെ ശുദ്ധജലത്തിലും എല്ലാ ജലീയ ലായനിയിലും എല്ലായ്പ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഉൽപ്പന്നത്തെ എന്ന് പറയുന്നു അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നു. ആൻഡ് ഈസ് ഗിവൺ ദ സിംബൽ KW എന്ന് സൂചിപ്പിക്കുന്നു. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് അയോണിക് പ്രൊഡക്റ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ. KW എന്ന് പറയുന്നത് അയോണിക് പ്രൊഡക്റ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ KW ഈക്വൽ ടു H plus OH minus. At 25 degrees Celsius in pure water, KW can be calculated as KW equal to 1 × 10⁻⁻7 × 1 × 10⁻⁻7 equal to 1 × 10⁻⁻4.
-14. ഇതാണ് പ്യുർ വാട്ടറിലെ KW എന്ന് പറയുന്നത്. ഇനി ന്യൂട്രൽ അസിഡിക് ആൻഡ് ബേസിക് സൊല്യൂഷൻ. H+ ഈക്വൽ ടു OH- ആണല്ലോ. ന്യൂട്രൽ സൊല്യൂഷനിൽ എന്താണ്? H+ ഈക്വൽ ടു OH- ആണ്. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ദ ന്യൂട്രൽ സൊല്യൂഷൻ ഈസ് ദ വൺ ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് OH- അയോൺസ് ആർ ഈക്വൽ. H+ൻ്റെയും ന്യൂട്രൽ സൊല്യൂഷനിൽ H+ൻ്റെയും OH- കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ആസിഡിക് സൊല്യൂഷനിലോ ആസിഡ്സ് ഫർണിഷ് H+ അയോൺസ് ആണ് അല്ലേ. ആസിഡ് ഫർണിഷ് ചെയ്യുന്നതാണ് H+ അയോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻക്രീസ് ഇൻ ദർ കോൺസെൻട്രേഷൻ. ദസ് ഇൻ ആസിഡിക് സൊല്യൂഷൻ H+ ഗ്രേറ്റർ ദാൻ OH-. OH-നേക്കാളും കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും അവർക്ക് H+ന്. അപ്പോൾ നമുക്ക് തന്നെ എഴുതാം H+ ഗ്രേറ്റർ ദാൻ 1 × 10⁻⁷ മോൾ പെർ ലിറ്റർ, അതായത് മോളിറ്റർ ഇൻവേഴ്സ്. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ദ അസിഡിക് സൊല്യൂഷൻ ഈസ് ദ വൺ ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ഓഫ് H+ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് OH-. OH-നേക്കാളും H+ന് അസിഡിക് സൊല്യൂഷനിൽ എന്ത് കൂടുതലാണ്? കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇനി ബേസിക് സൊല്യൂഷനിലോ ബേസിസ് ഫർണിഷ് ചെയ്യുന്നത് ഏതിനെയാണ്? OH- അയോൺസിനെയാണ് അല്ലേ. അതിൻ്റെ സൊല്യൂഷനിൽ OH- അയോൺസിനെയാണ് ഫർണിഷ് ചെയ്യുന്നത്. ദ റിസൾട്ട് ഇൻ ഇൻക്രീസ് കോൺസെൻട്രേഷൻ ദർഫോർ ബേസിക് സൊല്യൂഷൻ OH- ഗ്രേറ്റർ ദാൻ H+. H+നേക്കാളും OH- കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം OH- ഗ്രേറ്റർ ദാൻ 1 × 10⁻⁷ മോളിറ്റർ ഇൻവേഴ്സ്. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ദ ബേസിക് സൊല്യൂഷൻ ഈസ് ദ വൺ ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ഈസ് സ്മാളർ ദാൻ ദാറ്റ് ഓഫ് OH- അല്ലേ. OH-നേക്കാളും ചെറുതാണെന്ത്? H+ അയോൺസ് എന്ന് പറയാം. Here also, because of constancy of ionic product of water KW, the concentration of H+ decreases and H+ less than 1 × 10⁻⁷ മോളിറ്റർ പെർ ഇൻവേഴ്സ്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്വസ് സൊല്യൂഷൻ. ഇതിപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ന്യൂട്രൽ എന്താണ്? H+ gives H+ ഈക്വൽ ടു 1 × 10⁻⁷ മോൾ പെർ ലിറ്റർ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് അറ്റ് 25°C. അസിഡിക്കിലോ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് എന്താണ്? H+ ഗ്രേറ്റർ ദാൻ 1 × 10⁻⁷ മോൾ പെർ ലിറ്റർ. H+ ബേസിക്കിലോ H+ ലെസ് ദാൻ 1 × 10⁻⁷ മോളിറ്റർ ഇൻവേഴ്സ്. ഇതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയോടൊന്നും എടുക്കണം. ഇതിൻ്റെ ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? 3 ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതെല്ലാവരും എഴുതണം. ബാക്കി നമുക്ക് pH ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.